നാവിനെ ഭയപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ നോക്ക്, നാവിനെ അല്ലാഹു സംവിധാനിച്ചത് എങ്ങനെയാണ്? കണ്ണിനെ പോലെയല്ല, മൂക്കിനെ പോലെയല്ല, പല്ലിനെ പോലെയല്ല, മറ്റുള്ള ചെവികളെ പോലെയല്ല, കൈകളെ പോലെയല്ല. നാവിനെ അല്ലാഹു സുരക്ഷിതമായ താവളത്തിലാ സംവിധാനിച്ചത്. നാവിന്റെ മുമ്പിൽ മനോഹരമായ പല്ലിന്റെ ഗേറ്റുണ്ട്, രണ്ടെണ്ണം. അതിന്റെ പുറത്ത് ചുണ്ടിന്റെ 2 ഗേറ്റ് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. 2 സേഫ്റ്റി ഗേറ്റിന്റെ ഉള്ളിൽ സുരക്ഷിതമായി സംവിധാനിച്ച അവയവമാണ് നാവ്. ആ നാവിനെ ഇത്രയും സുരക്ഷിതമായി സംവിധാനിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? മഹാന്മാരാകുന്ന അയിമ്മത്തുകൾ വിശദീകരിക്കുന്നു. ഒരു മനുഷ്യൻ പിഴക്കാൻ, അവന്റെ ഈമാൻ നഷ്ടപ്പെടാൻ ഇതുപോലെ ഏറ്റവും എളുപ്പമുള്ള മറ്റൊരു അവയവം വേറെ പറയാനില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മക്കളെ, മയ്യലുമനുലി മാ ബൈന ലഖയൈഹി വമാ ബൈന ഫഖദൈഹി അൽമനു ലഹുൽ ജന്ന. സ്വർഗമല്ലേ നമ്മുടെ ആഗ്രഹം, അവിടെ കടകളല്ലേ നമ്മുടെ അഭിലാഷം. ആ സ്വർഗത്തിൽ നിങ്ങളെ കയറ്റാമെന്ന് ഞാൻ ജാമ്യം നിൽക്കാം, ഞാൻ ഉറപ്പ് നൽകാം. പക്ഷേ നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം, നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. എന്താണ് ഉറപ്പ്? മയ്യലുമനുലി മാ ബൈന ലഖയൈഹി വമാ ബൈന ഫഖദൈഹി. 2 താടിയെല്ലിന്റെ ഉള്ളിൽ അല്ലാഹു സംവിധാനിച്ച അവയവമുണ്ടല്ലോ, 2 താടിയെല്ലിന്റെ ഉള്ളിൽ അല്ലാഹു സംവിധാനിച്ച അവയവമാകുന്ന നാവുണ്ടല്ലോ. ആ നാവ് സംരക്ഷിക്കാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരുമോ? 2 തുടയെല്ലുകൾക്കിടയിൽ സംവിധാനിച്ച അവയവമുണ്ടല്ലോ, ആ അവയവത്തെയും സൂക്ഷിക്കാമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുമോ? എന്നാൽ അൽമനു ലഹുൽ ജന്ന, സ്വർഗ്ഗം നിങ്ങൾക്ക് ഞാൻ ജാമ്യമായി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എപ്പോഴും ശ്രദ്ധിക്കപ്പെടണം. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വിലപ്പെട്ടതാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർക്കാണ്, ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്കാണ്, പരലോകത്തെ കുറിച്ച് ഓർമ്മയുള്ളവർക്കാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് എന്ത് മോഡലും ജീവിക്കാൻ അവകാശമുണ്ട്, എന്നും പറയാൻ അവകാശമുണ്ട്, എന്നും ചോദിക്കാൻ അവകാശമുണ്ട്, എന്തും ധരിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന വാക്കുകൾ എല്ലാവരോടുമെല്ലാം നാളെ ആഖിറമുണ്ട്, ഖബറുണ്ട്, ഹിസാബുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. എല്ലാം വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോടാണ് ആഖിറത്തിലേക്ക് രക്ഷപ്പെടണോ. പരിശുദ്ധ ശഅബാനിന്റെ വരവോടുകൂടെ, ശഅബാൻ കഴിഞ്ഞാൽ കടന്നു വരുന്ന വിശുദ്ധ റമളാനോടുകൂടെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ അവയവത്തിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി അല്ലാഹു സംവിധാനിച്ച നാവിനെ കെട്ടിയിട്ട് കൊള്ളാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരുമോ? അല്ലാഹു നമ്മളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. കണ്ടില്ലേ, നിങ്ങൾ മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വളരെ ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമുണ്ട്, മൻ നജാതു യാ റസൂലല്ലാഹ്. വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്, രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3ഉം ഇവിടുത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിൽ ഒന്നാമത്തെ വിഷയമായി നബി തങ്ങൾ പറഞ്ഞത്, രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ ഒന്നാമതായി അവിടുന്ന് പറഞ്ഞത്, അംസിക് അലൈക ലിസാനക, അംസിക് അലൈക ലിസാനക. നിന്റെ നാവിനെ പിടിച്ചു കെട്ടിക്കൊള്ളണം, നാവ് ശ്രദ്ധിച്ചോളണം. നിന്നെ ഇതേ നരകത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും എളുപ്പമുള്ളവയുമാണ് നാവ്. അതുകൊണ്ട് നാവ് നീ ശ്രദ്ധിക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ,
നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാകുന്ന നാവുണ്ടല്ലോ, ആ നാവ് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന അവയവമായി പോകരുത്. ആ നാവ് നമ്മെ ഈമാൻ കിട്ടാതെ ചത്തുപോകുന്നവരിൽ പെടുത്തുന്ന അവയവമാകരുത്. അതിനെന്ത് വേണമെന്നറിയോ? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എല്ലാരോടും വഅലില്ല, എല്ലാരോടും വഅലില്ല. ഈ വർത്തമാന കാലത്ത് ഒന്നും വേണ്ടിക്കൂടെ അലിമീങ്ങൾ തങ്ങളുടെ കാലമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്തു പറഞ്ഞാലും വിമർശന കാഴ്ചപ്പാടോട് കാണുന്ന കാലമാണ്. ഇവിടെ ആലിമീങ്ങൾ വഅല് പറയുന്നത് ആരോടാണ്? ആരോടാണ് വഅല് പറയുന്നത്? ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ്. അതുകൊണ്ട് ആ മൻകാന, അത് അതേ ഭാഷയാണ്, അതേ ഭാഷയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എല്ലാരോടും എന്റെ വർത്തമാനമില്ല, എല്ലാരോടും സംസാരമില്ല. മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, ആഖിറമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫൽയകുൽ ഖൈറാ. അവൻ നാവ് കൊണ്ട് സംസാരിക്കുന്നുവെങ്കിൽ അവൻ ഖൈറായത് സംസാരിക്കട്ടെ, നല്ലത് മാത്രം അവൻ പറയട്ടെ. നല്ലത് പറയാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് മൻ സ്വമത നജാ. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വമത നജാ. മിണ്ടാതിരുന്നവൻ വിജയിച്ചു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും ഒരു വിശ്വാസി അവലംബമാക്കേണ്ട സ്വഭാവം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. പരമാവധി സംസാരം കുറയ്ക്കുക. സംസാരിക്കുന്നുവെങ്കിൽ ഖൈറായത് മാത്രം പറയുക.